എറണാകുളം കൂനമാവിൽ ദേശീയപാത 66 കടന്നുവരവിൽ ഏറെ സന്തോഷിച്ച ജനങ്ങൾ ഇപ്പോൾ സമരമുഖത്താണ്. ദേശീയപാത കടന്നു പോകുമ്പോൾ സ്കൂളുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്നും അതുമൂലം അപകട ഭീഷണി ഉയരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ 2 അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. കൂനമാവിലൂടെ NH 66 കടന്നു പോകുമ്പോൾ അതിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയെ ചൊല്ലി ഒരു ജനതയൊന്നാകെ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 136 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇവരുടെ ശബ്ദം കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ. രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ ജനത ഒന്നാകെ ആവശ്യപ്പെടുന്നത് മതിയായ അടിപ്പാതകൾക്ക് വേണ്ടിയിട്ടാണ്, തങ്ങളുടെ ഭാവി തലമുറയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കൂനമാവിലെ ഈ സമരം വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ വേണ്ടിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രദേശവാസികൾ ഒരുമിച്ചുണ്ട് സമരത്തിന്. പാർലമെന്റിലടക്കം വിഷയം ഉന്നയിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രശ്നത്തെക്കുറിച്ച് പരാമർശിച്ചു. ദേശീയപാത അതോറിറ്റിയോട് പരാതികൾ പറഞ്ഞു മടുത്തു. 13 വിദ്യാലയങ്ങൾ 250 മീറ്ററിനുള്ളിൽ കേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത്രയും ജനസാന്ദ്രമായ ഒരു സ്ഥലത്ത് ആവശ്യമായ അടിപ്പാതകളില്ലാതെ 22 അടി വരെ ഉയരത്തിൽ വലിയ വൻമതിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പോണത്. നിലവിൽ പുതുക്കിയ NHന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് എലിവേറ്റഡ് ഹൈവേക്ക് അർഹതയുണ്ട്. ഇത് ലഭിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ചുറ്റിനും സ്കൂളുകളുണ്ട്. നിലവിലെ നിർമ്മാണ രീതി പിന്തുടർന്നാൽ ദേശീയപാത വരുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുവാനടക്കം പ്രയാസം നേരിടും. അപകട ഭീഷണിയും ഏറെയുണ്ട്. പണി തുടങ്ങിയപ്പോൾ തന്നെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. സൈഡ് റോഡുകളുടെ വീതി തീരെ കുറച്ചു. ബസ് റൂട്ടായിരുന്ന ഒരു വഴി പൂർണ്ണമായും അടച്ചു. പ്രദേശത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന RS ഭിത്തികളുള്ള നിർമ്മാണ രീതിയോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. സ്ത്രീകളും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ 70 കൊല്ലം മുമ്പ് ഈ ബസ് റൂട്ട് ഉണ്ടായിരുന്ന റോഡാണിത്. അപ്പുറത്തുനിന്ന് ബസ് ചങ്ങാടത്തി കയറ്റി കൊണ്ടുവന്നിട്ട് ഇതിലേ പോയിക്കൊണ്ടിരുന്നതാണ്. കോവിഡ് കാലം വരെ KSRTC ഓടിക്കൊണ്ടിരുന്ന റോഡാണിത്. ഈ റോഡാണ് ഇങ്ങനെ അടച്ചു കെട്ടിയത്, യാതൊരു മാനദണ്ഡവുമില്ലാതെ. അത് തീർച്ചയായിട്ടും ഞങ്ങളത് നേടിയെടുക്കും. ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്യും. ലഭ്യമായ സെൻസസ് പ്രകാരം 50,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 30 മീറ്റർ വീതിയുള്ള 5 സ്പാനുകളിലോ അല്ലെങ്കിൽ 150 മീറ്റർ നീളമുള്ള വലിയ സ്പാനിലോ വൈഡക്ട് സ്ഥാപിക്കണം. രാജ്യത്ത് നടക്കുന്ന പല റോഡപകടങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്ക് പങ്കുണ്ട് എന്ന കാര്യം മറക്കാനാവുന്നതല്ല. അത്തരത്തിലുള്ളൊരു ദുര്യോഗം ഈ കൂനമാവിന് ഉണ്ടായിക്കൂടാ എന്നതാണ് ഇവിടുത്തെ ജനതയുടെ ആവശ്യം. സാരഥി വിഷ്ണുവിനും ക്യാമറമാൻ മാഹിൻ ജാഫറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയാണ്. നിലവിലെ നിർമ്മാണ രീതി പിന്തുടർന്നാൽ ദേശീയപാത വരുമ്പോൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് അവരുടെ പരാതി. പ്രതികരണങ്ങളിലേക്ക്. ഈ കൂനമാവിൻ്റെ വിഷയം തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. 10,000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ പരമ്പരാഗതമായ റോഡാണ് മൂടിക്കളഞ്ഞത്. കാരണം ബസ് റൂട്ട് ഉണ്ടായിരുന്ന റോഡ് നിഷ്കരണം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കടന്നു കയറിയാണ് അവർ ആക്ട് ചെയ്തേക്കണത്. ഞങ്ങൾ നിരാഹാരം വരെയും കടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഈ MPയും ഇതായിട്ട് കൂടി കണ്ടിട്ട് എന്താണെന്ന് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കും. ഞങ്ങൾ എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും MP വിട്ടിട്ടുണ്ട്, കളക്ടറും വിട്ടിട്ടുണ്ട്. ഇന്ന് വരെയും ഒരാൾ ഞങ്ങൾ ഇവിടെ ചർച്ച നടത്തിയിട്ടില്ലെന്നുള്ള വാസ്തവം. ഇവിടെ ഇതിന് നമ്മളോട് പറഞ്ഞനുസരിച്ചുള്ള ചർച്ചകൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ സമരത്തിനല്ല, ഞങ്ങൾ ഈ റോഡ് ഉപരോധിക്കും. സുരക്ഷയ്ക്ക് വലിയ വീഴ്ച ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ വികസനത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുത്. ആ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിടത്തോളം കാലം ഞങ്ങൾ സമരത്തിൽ തന്നെ നിൽക്കും. ഇപ്പോൾ കൂടുതലും പിള്ളേർ തനിച്ചാണ് സ്കൂളിലേക്കും ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഗതാഗത തടസ്സവും അല്ലെങ്കിൽ ഇവിടെ കൃത്യമായി ഇത് അടിപ്പാത ഇല്ലാതെ പോയാൽ ഒരുപാട് കുട്ടികൾ അപകടത്തിലാവും.